നമസ്കാരം. ഈ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്ന വീഡിയോയാണ്. ഞാൻ സ്ക്രീനിൽ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ കയറുക, ലോഗിൻ എന്ന് പറയുന്ന ഇതെടുക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ആദ്യം കൊടുത്തിരിക്കുന്ന മെയിൽ ID അതിനകത്ത് അടിച്ചിട്ട് പാസ്വേഡ് നിങ്ങളുടെ മെയിലിൽ തന്നെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ ഒരു പാസ്വേഡ് ആദ്യം, അതായത് ഒരാഴ്ചക്ക് മുമ്പ് വന്നിട്ടുണ്ടാവും, 1-2 ആഴ്ചക്ക് മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഉള്ള 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു WSYZ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും. അത് ആദ്യം അടിച്ചു കൊടുക്കുക. ഞാൻ പാസ്വേഡ് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് ചേഞ്ച് ചെയ്ത പാസ്വേഡ് ആയിരിക്കും അടിക്കുന്നു. ഞാൻ എന്റെ മെയിൽ ID അടിച്ചു. പാസ്വേഡ് അടിക്കുന്നു ഞാൻ. അത് കഴിഞ്ഞ് അതിന്റെ താഴെയുള്ള ക്യാപ്ച എന്ന് പറയുന്ന സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വെബ് പോർട്ടലുകൾ. അതടിക്കുക. അത് അക്ഷരങ്ങളുണ്ടാവും, അക്കങ്ങളുണ്ടാവും, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവും, സ്മോൾ ലെറ്റർ ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ മനുഷ്യരാണ് ഇത് ചെയ്യുന്നതെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ്. സൈനിങ് കൊടുത്തു. ഞാൻ എൻ്റെ ഡാഷ്ബോർഡിൽ വന്നു. അതായത് നോർക്ക റൂട്ട്സിന്റെ എൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്ന എൻ്റെ പേജിലേക്ക് ഞാൻ കയറി. അപ്പൊ ഇതിൽ അപ്ലോഡ് അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ ഉണ്ട്, അതൊന്നും ആവശ്യമില്ല. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഈ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഉള്ള ഇന്റിമേഷൻ മെസ്സേജ് വന്നിരിക്കുന്നവർക്ക് ഇത് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ ഹോം എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണും, നമ്മുടെ വീടിന്റെ പടം കാണിച്ചിട്ടുള്ള. അങ്ങോട്ട് പോകണം, റൈറ്റ് സൈഡിൽ മേളിലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്ലെയിൻ ഒക്കെ ഇങ്ങനെ മേളിലോട്ട് പോകണമെന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് വരും ലെഫ്റ്റ് സൈഡിൽ, നോർക്ക ID കാർഡ് /NPRI എന്ന് വരും. അപ്പൊ അതെടുക്കുക. അതിനുശേഷം അതിന്റെ താഴെ കണ്ടിന്യൂ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ ഇവിടെ ഒരു ആരോ ഉണ്ടാവും. ഈ കണ്ടിന്യൂ ടു പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പേജിലേക്ക് കയറും. ആ പേജിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്നുണ്ടാവും, വ്യൂ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഇൻഷുറൻസ് ക്ലെയിം റിക്വസ്റ്റ് ഉണ്ടാവും. നമുക്കപ്പോ ഇതിൽ ആദ്യത്തെ അവസാനത്തെ ഇല്ല, നമുക്ക് വേണ്ടത് വ്യൂ ആപ്ലിക്കേഷൻ ആണ്. ആ വ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോളം വരും, NRK ഇൻഷുറൻസ് ആപ്ലിക്കേഷൻ നമ്പർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പൊ ഡൗൺലോഡ് എന്ന് വരും. ഇതിനകത്ത് ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇത്രയുമാണ് ഇതിന്റെ നോർമൽ പ്രൊസീജിയർ. ഇതിനകത്ത് ഇനി നമ്മൾ പാസ്വേഡ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് അതിനകത്ത് ചെറിയൊരു കാര്യം കൂടെ ആദ്യം ചെയ്യേണ്ടി വരും. അത് ഞാൻ ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് അത് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ്. ആദ്യത്തെ ഡാഷ്ബോർഡിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ കയറുന്ന ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഇതിനകത്ത് അത് കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ ഓൾറെഡി ഇത് ചെയ്തു പോയതുകൊണ്ട്. ഒരു OTP അപ്ഡേറ്റ് എന്നും പറഞ്ഞ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം വരുന്നത്. കാരണം പാസ്വേഡ് ചേഞ്ച് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ, അതായത് നോർക്കയുടെ ആദ്യത്തെ പാസ്വേഡ് മാത്രമായിട്ടുള്ളവർക്ക്, ആ WWPXYZ എന്നുള്ള പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുന്നവർക്ക്, അവർക്ക് അവരുടെ മൊബൈൽ നമ്പരും ഇമെയിലും വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു OTP ചോദിക്കും. അപ്പൊ ആ ഇമെയിൽ ID താഴെ ഇമെയിൽ ID അടിക്കുക. അതിന്റെ താഴെ ഗെറ്റ് OTP എന്നുള്ള ഒരു ഇതുണ്ടാവും, സ്വിച്ച് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു OTP വരും. അത് ആ മെയിലിന്റെ താഴെ ഇടുക. അതേപോലെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അതിന്റെ താഴെ ജനറേറ്റ് OTP എന്നുണ്ടാവും. അത് ജനറേറ്റ് ചെയ്ത OTP താഴെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നേരെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതിയ ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. ഒരു കോളം ഉണ്ടാവും. അവിടെ നിങ്ങൾ പുതിയ ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ഇന്റർഫേസിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച അപ്ലോഡ് അറ്റാച്ച്മെന്റ് അനിൽകുമാർ എന്നൊക്കെ, ഈ ഹോം എന്നൊക്കെ വരുന്ന ഈ പേജിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പം ചിലപ്പോൾ അതൊന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും പുതിയ പാസ്വേഡ് വെച്ചിട്ട്. അപ്പൊ ഈ ഒരു ഫോമിലേക്ക് വരും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഹോം പേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പ്ലെയിൻ പോകുന്ന ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിനകത്ത് കണ്ടിന്യൂ ടു പ്രൊസീഡിലേക്ക് പോവുക. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്
അത് ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു ന്യൂ ആപ്ലിക്കേഷൻ, വ്യൂ ആപ്ലിക്കേഷൻ, ഇൻഷുറൻസ് ക്ലെയിം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡാഷ്ബോർഡ്, ലെഫ്റ്റ് സൈഡ് ഡാഷ്ബോർഡ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, മൈ ആപ്ലിക്കേഷൻ എന്നൊക്കെ കാണിക്കുന്ന ഒരു ഇന്റർഫേസ് വരും. അപ്പൊ അതിനകത്ത് നമ്മൾ വ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. വ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു ഇന്റർഫേസ്, അതായത് മൈ ആപ്ലിക്കേഷൻസ്, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി, അത് കഴിഞ്ഞിട്ട് ഒരു കോളം വരും. ആ കോളത്തിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. നമ്മുടെ പോളിസി നമ്പർ, ചേർന്ന ഡേറ്റ്, വാലിഡിറ്റി പീരീഡ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്റ്റാറ്റസ് ആക്റ്റീവ് എല്ലാം ഉണ്ട്. അതിനകത്ത് ഡൗൺലോഡ് ഒന്നും ഏകദേശം നടുക്കായിട്ട് ഡൗൺലോഡ് ഐ ഡി എന്ന് പറഞ്ഞു, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ ഏത് പേജ് ഏത് ഫോൾഡറിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. നമ്മളുടെ കാർഡിന്റെ ഇതാണ് നമ്മുടെ കാർഡ്. ഇത് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ലാമിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫുള്ളായിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത് നമ്മളുടെ നാട്ടിലെ അഡ്രസ് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടാവും. ഇത് ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനുശേഷം നേരെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോൾഡറിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് വരും. ഇതുപോലെ വരും. ഇപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. അത് ഇവിടെ ഈ സേവ് എന്ന് പറയുന്ന ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഈ സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് സേവ് ആവും. നമ്മളിവിടെ ഈ ഫയൽ നെയിം എന്ന് പറഞ്ഞ സ്ഥലത്ത് വേണമെങ്കിൽ നമ്മളുടെ പേരും കൂടെ അവിടെ അടിച്ചു കൊടുത്താൽ മതി. ഫയലിന്റെ നമ്പറിന്റെ കൂടെ നമ്മളുടെ പേരും കൂടെ അടിച്ചു. ഞാനിപ്പോൾ ഓൾറെഡി അനിൽ എന്ന് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ ഡീഫോൾട്ട് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ അടിച്ചിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സേവ് ആയി കിട്ടും. ഏത് ഫോൾഡറാണ് മിക്കവാറും നോർമലി ഡീഫോൾട്ട് ആയിട്ട് ഡൗൺലോഡ് ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ സിസ്റ്റത്തിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്പേസ് ഉള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കി അവിടേക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ എന്നെ വിളിച്ചാൽ മതി. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.